സാർ നമസ്കാരം. നമസ്കാരം. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സമ്മേളനം തൃശ്ശൂരിൽ നടക്കുന്നു. നാളെയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം. ഇന്നത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. നാളെ ചലച്ചിത്ര നടൻ പ്രകാശ് രാജാണ് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഏതാണ്ട് 590ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പങ്കെടുക്കും. 6 ലക്ഷത്തോളം വരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ നിന്നാണ് ഇത്തരത്തോളം പ്രതിനിധികളെ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ഈ 6 ലക്ഷം പേരുടെ പ്രകടനം ഉണ്ടാകുമോ എന്നുള്ളതെല്ലാം വളരെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ഇതോടനുബന്ധിച്ച് ചില ചിന്തകൾ പുറത്തു വന്നിരിക്കുന്നു. ചെങ്ങമ്പുഴയുടെ വാഴക്കുല വൈലോപ്പിള്ളിയുടെ വളപ്പിൽ കൊണ്ടുപോയി കെട്ടി ഡോക്ടറേറ്റ് തീസിസ് സമർപ്പിച്ച് ഡോക്ടറേറ്റ് നേടിയ ചിന്ത ജെറോമിനെയാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡൻ്റായി CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MP ഗോവിന്ദൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് CPM-കാരുടെ നിർദ്ദേശങ്ങളും ഇടപെടലുകളും സ്വീകാര്യമാകുന്നത് എന്നുള്ളത് അറിയില്ല. നേരത്തെ തന്നെ MP ഗോവിന്ദൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. തലശ്ശേരിയിലൊരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഡിവൈഎഫ്ഐ CPM-ൻ്റെ പോഷക സംഘടനയല്ല, യുവജന സംഘടനയല്ല എന്നാണ് അന്ന് MP ഗോവിന്ദൻ പറഞ്ഞത്. നമ്മളുൾപ്പെടെയുള്ള മാധ്യമങ്ങളുടെ ആർക്കൈവ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് കാണാൻ സാധിക്കും. അതെന്തുമാകട്ടെ, ഇപ്പോൾ ചിന്താ ജെറോമിനെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം എന്നാണ് MP ഗോവിന്ദൻ്റെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്നാൽ ഈ സ്ഥാനത്തിന് വേണ്ടി ഈ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്നും സ്ഥിരം മത്സരിച്ച് തോക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ പേര് കേട്ട ആളും ചാനൽ ചർച്ചകളിൽ CPM-ൻ്റെ വക്താവായി പ്രത്യക്ഷപ്പെടുകയും മിക്കവാറും സമയങ്ങളിലെല്ലാം വാലുമുറിയുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ജയ്ക്ക് ഈ തത്തുല്യമായ സ്ഥാനത്തേക്ക് വീര്യത്തോടു കൂടിയുണ്ട്. അതായത് ചിന്താ ജെറോമിന് ഒരു പ്രതിയോഗിയായി ജയ്ക്ക് കൂടിയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഒരു മത്സര സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ അത്ര സുഗമമായിരിക്കില്ല ചിന്താ ജെറോമിന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പദവിയിലേക്ക് കയറിയിരിക്കുക എന്നുള്ളത്. എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ വിലയിരുത്തുന്നത്? നമ്മൾ ജയ്ക്ക് കുറേ നാൾ മുമ്പ് സനീഷ് എന്ന് പറഞ്ഞ 24 ന്യൂസിൻ്റെ ഇലക്ഷൻ അവതാരകൻ ആയ സനീഷിനുമായിട്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പുതുപ്പള്ളി വെച്ചാണ്. ഭാഗ്യത്തിന് ഇൻ്റർവ്യൂ കിട്ടിയെന്നുള്ള മട്ടിലാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഈ സനീഷ് ഒരുമാതിരി എല്ലാ ഭാഗത്തും പോയി കേരളത്തിലെ പല നിയമമണ്ഡലങ്ങളും കറങ്ങിയാണ് ഇയാളുടെ അടുത്തെത്തുന്നത്. അപ്പോൾ ഇയാളുടെ ചോദിച്ചാൽ എന്താണ് ഇടതുപക്ഷ മുന്നണിയുടെ ഭാവി, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് എന്താണ് CPM-ൻ്റെ ഭാവി? അപ്പോൾ എല്ലാവരും CPM 3-ാം ടൈം കിട്ടുമെന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. എത്ര സീറ്റ് കിട്ടുമെന്ന് വെച്ചാൽ ഒരു CPM-കാരൻ പോലും ഒരു 60 സീറ്റല്ലേ 75-80 സീറ്റുകളുള്ള CPM-ന് കിട്ടും. എന്നാലും ജയിക്കും CPM. പക്ഷേ കാര്യമായ സീറ്റ് കിട്ടണമെന്നില്ല കോൺഗ്രസ് എന്ന് പറഞ്ഞ് 75-76 ഇങ്ങനെ പല കണക്കിങ്ങനെ നിർത്തുകയാണ്. ഭരണം കിട്ടും. ജയിക്കിനോട് ചോദിച്ചപ്പോഴും ജയിക്കും പറഞ്ഞു 75-76 UDF-ന് 70 അതിനനുസരിച്ചുള്ള സീറ്റേ UDF-ന് കിട്ടുള്ളൂ എന്ന് പറയും. ഏകദേശം മറ്റ് ആൾക്കാരൊക്കെ പോയി മാറ്റി ഇയാളെ സനീഷിനെ മാത്രം വിളിച്ചു. ഇവരൊന്നും പരിചയമുണ്ടെന്ന് തോന്നുന്നു. സനീഷിനെ മാത്രം വിളിച്ചിട്ട് ജയിക്ക് പറയുന്നു, ഞാനത് എല്ലാവർക്കും ചാനലിന് വേണ്ടി പറഞ്ഞതാണ്, നമ്മൾ തമ്മിൽ പറയുമ്പോൾ പറയാം, 100 സീറ്റിലധികം UDF-ന് കിട്ടിയാലും അത്ഭുതപ്പെടേണ്ട. അതായത് കൃത്യമായ രാഷ്ട്രീയ വിലയിരുത്തൽ ജയിക്കണം. നമ്മൾ ബഹൂണെന്നൊക്കെ പറഞ്ഞ് എഴുതി തള്ളുന്ന ജയിക്ക് കേരള രാഷ്ട്രീയത്തെ CPM-ൻ്റെ ഏത് നേതാവിനേക്കാളും കൃത്യമായി വിലയിരുത്തി. അല്ല, ഇക്കുറി CPM-ന് പരാജയമായിരിക്കും, UDF-ന് 100 സീറ്റ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ജയ്ക്ക് ഈ സനീഷ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകരുടെ അടുത്ത് പറയുണ്ടായി. അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിക്കണം, പിണറായി വിജയന്മാരെ മന്ത്രിസഭായോഗന്മാരെ വിളിക്കുക തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്. അത്രയ്ക്ക് മാത്രം കോൺഫിഡൻ്റ് ആയിരുന്നു ഇവർക്ക് 3-ാം കിട്ടുമെന്ന്. സത്യപ്രതിജ്ഞയ്ക്ക് 12 വരെ കോൺട്രാക്ട് കൊടുത്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. അവിടെ 12 വരെ അവിടെയാണ് ജയ്ക്ക് സത്യസന്ധമായ വിലയിരുത്തൽ നടത്തുകയും ജയ്ക്കിൻ്റെ നമ്മൾ ചാനലിൽ കണ്ട ജയ്ക്കല്ലത് സത്യസന്ധമായിട്ട് കാര്യം പറയാൻ തുടങ്ങി. അങ്ങനെ പറയാൻ അവസരം അങ്ങനെയാണ്. ഇപ്പോൾ ഞാനൊന്ന് ഇടപെട്ട് തടസ്സപ്പെടുത്തുകയല്ല. അങ്ങനെയാണെങ്കിൽ ഈ CPM-ന് വേണ്ടി ചാനലിൽ വന്നിരുന്നു കൊണ്ട് പറയുന്ന കാര്യങ്ങളെല്ലാം ജയ്ക്കിൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണെന്നുള്ളത് നമുക്ക് കണക്കിലെടുക്കാൻ സാധിക്കില്ല. കാരണം അത് ക്യാപ്സൂളാണ്. അത് ക്യാപ്സൂളാണ്. അപ്പോൾ ഈ 24-ന്റെ മാധ്യമ പ്രവർത്തകനോട് ഇങ്ങനെ വ്യക്തിപരമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിവുള്ളൊരു വ്യക്തി തന്നെയാണ് ജയ്ക്ക് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ ഇമേജ് ജയ്ക്കിന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സ്റ്റോറിയാണെന്ന് അറിയത്തില്ല. അങ്ങനെ സംശയിക്കുന്നുണ്ട്. അതെ, എനിക്ക് നേരത്തെ ഇതെല്ലാം അറിയാമായിരുന്നു എന്ന് പറയുന്ന അല്ല. നമ്മൾ നേരത്തെ മുതൽ ഈ ജയ്ക്കിൻ്റെ അഭിമുഖങ്ങളെല്ലാം കാണുമ്പോൾ
പാർട്ടിക്ക് വേണ്ടി പറയുമ്പോൾ ഒരു കുഞ്ഞ് അനിൽകുമാറിൻ്റെ അനിയൻ. അതെ, തീർച്ചയായും ആ രീതിയിൽ തന്നെയാണ് എപ്പോഴും. അതായത് ഇല്ലാത്ത വസ്തുതകളെ ന്യായീകരിച്ച് പാർട്ടിയുടെ വശം മാത്രം ന്യായീകരിക്കാൻ വന്നിരിക്കുകയും വസ്തുതകളെ മനസ്സിലാക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങളെ വളരെ സ്വതസിദ്ധമായ ഒരു പരിഹാസത്തോടു കൂടി നോക്കി കാണുന്ന ഒരാളായിട്ട് മാത്രമാണ് ജയിക്കിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. നമ്മുടെ വീക്ഷണഗതി തെറ്റിയിട്ടുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അത് ക്ഷമിക്കുക. തീർച്ചയായും ഇവിടെ ഇങ്ങനെ ഒരു മാധ്യമപ്രവർത്തകനോട് ജയിക്ക് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായും നമ്മളവിടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷകനെ വേണം അതിൽ ജയിക്കിലൂടെ കണ്ടെത്താൻ. അങ്ങനെയെങ്കിൽ ഇന്ന് കേരളത്തിലെ സമകാലീന രാഷ്ട്രീയം കൃത്യമായി പ്രശ്നമുണ്ടാകാൻ സാധ്യത. അതെ, അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം ജയിക്കിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ ഈ CPM-ൻ്റെ ദേശീയ സെക്രട്ടറിയായ MA ബേബിയെ സംബന്ധിച്ചിടത്തോളം ജയിക്ക് DYFCയുടെ തലത്തിൽ വരുന്നതായിരിക്കില്ലേ കൂടുതൽ താല്പര്യം കാണിക്കുക? ചിലപ്പോൾ അങ്ങനെ തന്നെയായിരിക്കാം. കാരണം ഇവിടെ പിണറായി വിജയനെതിരെ ഒരു അക്ഷോഹിണി സൃഷ്ടിക്കുന്ന MA ബേബിയുടെ നേതൃത്വത്തിലും അനുഗ്രഹശാസ്ത്രങ്ങളോട് കൂടി തന്നെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെപ്റ്റംബറിൽ കൂടുന്ന വിപുലീകരിച്ച CPM-ൻ്റെ ആ ഒരു സംസ്ഥാന സമിതിയിൽ പിണറായി വിജയൻ്റെയും MP ഗോവിന്ദിൻ്റെയും എല്ലാം കാര്യത്തിലൊരു തീരുമാനമാകും എന്ന് CPM-ൻ്റെ തന്നെ പിന്നാമ്പുറങ്ങളിൽ പറഞ്ഞു കേൾക്കുമ്പോൾ തീർച്ചയായും ചിന്താ ജെറോമിനെ പോലുള്ള ഒരു നേതാവിനെ DYFയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കുന്നതിൽ MA ബേബിക്കും താല്പര്യം കാണില്ല. മറിച്ച് കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന ഈ ഒരു സംഭവത്തോടു കൂടി വേണമെന്നുണ്ടെങ്കിൽ ജയിക്കിനെ ആയിരിക്കും MA ബേബിക്ക് DYFയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് അവരോധിക്കുന്നതിൽ താല്പര്യം. പക്ഷേ MP ഗോവിന്ദനാവട്ടെ പിണറായി വിജയനോ അല്ല എന്നുണ്ടെങ്കിൽ MP ഗോവിന്ദനോ MA ബേബിക്കൊക്കെ DYFയുടെ അത്തരം കാര്യങ്ങളിൽ ഇടപെടാനുള്ള സാധ്യത ഏതുവരെയാണെന്നുള്ളതും ചോദ്യം തന്നെയല്ലേ? അല്ല, അതിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ യാതൊരു കാരണവശാലും ഇത് ഈ CPM-ൻ്റെ ലീഡർഷിപ്പിന് അണികളെ ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അതേപടി ബന്ധക്കോസ്കാരാണോ യഹോവ സാക്ഷികൾ ഹല്ലേലൂയ ഹല്ലേലൂയ ആ അച്ഛൻ പാടി എല്ലാം നെഞ്ചത്തടിച്ച് കരഞ്ഞോണ്ടാണ് പാടുന്നത്. അപ്പോൾ അതുപോലെ പാടുന്ന അണികളാണ്. പിണറായി വിജയൻ ഒരു കാര്യം പറഞ്ഞാൽ ഹല്ലേലൂയ ഹല്ലേലൂയ എന്നാണ് നിങ്ങൾ നെഞ്ചത്തടിച്ച് ഈ വഴി കൂടെ പാടിക്കൊണ്ട് നടക്കും. ഇപ്പോൾ പോലും കാണുന്നില്ല കൊച്ചു പിള്ളേരെ കൊണ്ടും ചിലപ്പോൾ അച്ഛൻ മരിച്ച പെൺകുട്ടികളെ കൊണ്ടൊക്കെ അതേ സ്റ്റൈലിലുള്ള പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ അടുത്ത ചർച്ച നമുക്ക് പറയാം. ഈ DYFI ഇപ്പോൾ ഫോളോ ചെയ്യേണ്ട പാത്ത് എന്ന് പറയുന്നത് ജെൻസി മോഡലായിരിക്കണം, CJPയുടെ സ്റ്റൈലിൽ പ്രവർത്തിച്ച് തുടങ്ങണം എന്ന ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളത് അതിനെക്കുറിച്ച് വീണ്ടും ചർച്ചകളാകുകയാണ്. അല്ല, 6 ലക്ഷം മെമ്പേഴ്സ് ഉള്ള ഒരു രാജ്യത്തെ അംഗീകരിക്കപ്പെട്ട ഒരു സംഘടന എന്ന രീതിയിൽ തീർച്ചയായും ക്രിയാത്മകമായി പ്രവർത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ധാർമ്മികമായ ബാധ്യതയൊക്കെ ഉള്ള ഒരു സംഘടന കൂടിയാണ്. അപ്പോൾ സമൂഹത്തിൽ നടക്കുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങളിൽ ഇടപെടുകയും രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് തന്നെ കൃത്യമായി ഒരു സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു സംഘടന എന്ന രീതിയിൽ CPM-ൻ്റെ ഒരു പോഷക സംഘടന, യുവജന സംഘടന എന്ന രീതിയിൽ കൃത്യമായി അവരുടെ ഒരു ഇടം എന്താണെന്നുള്ളത് തെളിയിക്കേണ്ടത് ഇനി അവരുടെ തലപ്പത്ത് വരുന്ന ആളുകൾ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും കൃത്യമായ ഇച്ഛാശക്തിയോടുകൂടി രാഷ്ട്രീയ അവബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ആളുകളെ തന്നെ ആയിരിക്കണം ആ ഒരു ഇടങ്ങളിലെല്ലാം പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം കൂടി തന്നെയാണ്. ഈ അടുത്ത കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ജനകീയ സമരങ്ങളിൽ, വിദ്യാർത്ഥി സമരങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ആകർഷിച്ചതും CJP സമരം തന്നെയാണ്. ഒരു വേള ഇനി അതിൽ നിന്നുള്ളൊരു ഊർജ്ജമെല്ലാം ഉൾക്കൊണ്ടിട്ട് അത്തരത്തിൽ ചില പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ DYFI തയ്യാറാകും. പുതിയ സാരഥ്യം അങ്ങനെയൊക്കെ വഴിവെക്കുമോ? അല്ല, അതിനുള്ള ആ മെൻ്റൽ ബിൽറ്റപ്പ് അല്ല അവർക്ക്. കാരണം ഇന്ന് ഇത് DYFI എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ നിലവിൽ ഒന്ന് ഇത് എങ്ങനെയെങ്കിലും നന്നാകണം എന്നുള്ള ചിന്താധാരകളാണ്. അതിനേക്കാൾ കൂടുതലായിട്ട് ഇനി നമുക്ക് കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് ഇത് എങ്ങോട്ടെങ്കിലും പോകട്ടെ, നമുക്ക് കിട്ടാനുള്ളത് കിട്ടുന്നുണ്ട് പോയാൽ മതി. അതിനൊരു ഏറ്റവും വലിയ ഉദാഹരണം ഹരിപ്പാട് എന്നൊരു MLA ഉണ്ട്, CBC വാര്യർ, പഴയ MLA. അപ്പോൾ ഇദ്ദേഹം തുടർച്ചയായിട്ട് ജയിക്കാറുണ്ട്. അതേ കഴിഞ്ഞ് ഇദ്ദേഹം രാഷ്ട്രീയം നിർത്തുക പതുക്കെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും. പല കാരണങ്ങളുണ്ട് അതിന്. അപ്പോൾ ഈ രാഷ്ട്രീയം നിർത്തി കഴിഞ്ഞപ്പം അപ്പോൾ ചില പത്രപ്രവർത്തകർ സുഹൃത്തുക്കൾ ചോദിച്ചു, എന്താണ് നിങ്ങളിപ്പോൾ ഇത്ര പെട്ടെന്ന് സജീവമായി രാഷ്ട്രീയത്തിൽ പോരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി, എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും പല കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും മനസ്സിൽ പറയുന്നുണ്ട്, എൻ്റെ ജീവിതകാലത്ത് നമ്മുടെ നാട്ടിൽ സോഷ്യലിസമോ കമ്മ്യൂണിസമോ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, വരികയില്ല എന്നാണ് ഇപ്പോൾ എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇനി എനിക്ക് ജീവിക്കാൻ നോക്കണം. ആ ചിന്താധാരയിലേക്ക് ഒത്തിരി ആൾക്കാർ എത്തിയിട്ടുണ്ട്. അതായത് ഇത്രയും കാലം ഇതൊക്കെ പറഞ്ഞു, പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഇത്രയും കാലം ഇതൊക്കെ പറഞ്ഞ് വെറുതെ സമയം കളഞ്ഞു, ഇനി അങ്ങനെ സമയം കളയാൻ ഞാൻ ഒരുക്കമല്ല എന്നുള്ളതാണോ അതിൽ നിന്ന് കൂട്ടി വായിക്കുന്നത്? അത് തന്നെ.
അപ്പോൾ എന്തായാലും ഈ DYFIയുടെ നാളെ നടക്കുന്ന ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഈ 590 ഈ DYFIയുടെ പ്രതിനിധികളിൽ നിന്നും ആരായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക, അത് ചിന്താ ജെറോം ആയിരിക്കുമോ അതോ ജെയ്ക്ക് തോമസ് ആയിരിക്കുമോ എന്നുള്ളതെല്ലാം നമുക്ക് ഒരു ചെറിയ കാര്യമാണ് ചോദിച്ചിട്ട് ഇവർ എന്ത് പറഞ്ഞാലും ചിന്താ ജെറോമാണോ ജെയ്ക്കാണെന്നുള്ള തർക്കം അവിടെ നിൽക്കുമ്പോൾ എന്തിന് ഇവർ ചിന്താ ജെറോമിൻ്റെ പേര് അഡ്വാൻസ് ആയിട്ട് സജസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. സമൂഹത്തിൽ പൊതു ചർച്ചയ്ക്ക് വെച്ചാൽ ആരാ ഔട്ടാകുന്നത്? അല്ല, അപ്പോൾ അതിന് സാറിന് ഇങ്ങനെ ചില താല്പര്യങ്ങളൊക്കെ ഉള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ എൻ്റെ നോമിനി അല്ലെങ്കിൽ ഞങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ ഇന്ന സ്ഥലത്ത്, അത് മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും തലതൊട്ടപ്പന്മാർക്ക് ചില താല്പര്യങ്ങളുണ്ടാവുമല്ലോ. ഇനി ഒരു കാഷ്വൽ ചോദ്യം, ഈ DYFIയുടെ സമ്മേളനം അത് 6 ലക്ഷം പേരുടെയൊക്കെ പ്രകടനം എന്തുമാത്രം ആൾക്കാർ അങ്ങോട്ട് തൃശ്ശൂർ കൊണ്ട് വയ്ക്കുമ്പോൾ നടത്താനുള്ള ഭീമമായ ചെലവ്, ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ഈ സമ്മേളനമായിട്ട് വല്ല ബന്ധമുണ്ടോ? അതെല്ലാം ആലോചിക്കേണ്ടതാണ്, അന്വേഷിക്കേണ്ടതാണ്. തീർച്ചയായും കരുവിൻ്റെ പൈസ ഉണ്ടല്ലോ. തീർച്ചയായും എന്തായാലും ഈ ഇത്തരം സമ്മേളനങ്ങളൊക്കെ നടക്കുമ്പോൾ വലിയ പണച്ചെലവുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ പണത്തിന് പൊതുജനങ്ങളുടെ അടുത്ത് നിന്ന് എന്തായാലും പിരിവുകൾ കാര്യങ്ങൾ എന്തായാലും ഉണ്ടാവും, പാർട്ടിയുടെ തനത് ഫണ്ട് ഉണ്ടാവും. കൂടാതെ സാറ് പറഞ്ഞതുപോലെ അത്തരം ഫണ്ടുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചിലവഴിക്കപ്പെടാം, അല്ലെങ്കിൽ അതിനുള്ള മാർഗ്ഗങ്ങൾ അവർ കണ്ടെത്തിയിട്ടുണ്ടാവണം. എന്തായാലും ഈ ചിന്താ ജെറോമാണോ ജെയ്ക്ക് തോമസ് ആണോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.